നാടുനീളെ തെരുവ് പട്ടികൾ ജനത്തെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഭീതിജനകമായ വാർത്തകൾ പരക്കെ വരുന്നു. തെരുവിൽ പട്ടികളെ നിയന്ത്രിക്കാൻ എന്താണൊരു വഴി? കാണുന്ന പട്ടികളെ എല്ലാം കൊന്നാൽ പ്രശ്നം തീരുമോ? അതോ അങ്ങനെ ഓരോരുത്തർക്കും കാണുന്ന പട്ടികളെയെല്ലാം കൊല്ലാൻ കഴിയുമോ? അപ്രായോഗികമായ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആലോചിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയാണ് പട്ടി വിഷയത്തിൽ കേരളത്തിലുള്ളത്. ഏറ്റവും ഒടുവിൽ ചിലരിതാ പട്ടിയെ വെടിവയ്ക്കാൻ തോക്കുകളുമായി നടക്കുന്നു. വെടികൊണ്ടാൽ മുറിവേൽക്കുക മാത്രം ചെയ്യുന്ന തോക്കുകൾ. മുറിവേറ്റ പട്ടികൾ ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് എന്തറിയാം ഈ തോക്ക് വിൽപ്പനക്കാർക്ക്? എന്തായാലും പട്ടി പ്രശ്നത്തിൽ ഇടപെട്ട് തോക്കുകളുടെ കച്ചവടം പൊടിപൊടിക്കാൻ ഇതാ ഒരു കമ്പനി ഇറങ്ങിയിരിക്കുന്നു. ഏകദേശം 3 ലക്ഷം തെരുവുനായ്ക്കളുള്ളതായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ തോക്ക് ഉപയോഗിക്കുക എന്നത് മാത്രമേ ഞങ്ങളൊരു പരിഹാരമായിട്ട് കാണുന്നുള്ളൂ. എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കാതുള്ളത് എന്റെ ഒരു ശീലമാണ്. പാലാ സെന്റ് തോമസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന 10% സബ്സിഡിയോടുകൂടി കേരളത്തിലെ ജനപ്രതിനിധികൾക്കും തെരുവുനായുടെ ആക്രമണം മൂലം ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടവർക്കും സബ്സിഡിയോടുകൂടി തോക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ശ്രീ ജോസ് മാവേലിക്ക് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ജോർജ് സാറ് ഒരു തോക്ക് സമ്മാനമായി കൊടുത്തുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം. ഒരു പരിധിവരെ മാരകായുധമൊന്നുമല്ല ഈ സാധനം, എയർ ഗണ്ണാണ്. പേടിപ്പിക്കുക എന്നുള്ളതും ഒരു ലക്ഷ്യമാണ്. അത്യാവശ്യം മുറിവേൽപ്പിക്കാൻ പറ്റുകയും ചെയ്യും. അത് ശരി. അപ്പോൾ ഒന്നും അറിയാതെ നടന്നു പോകുന്ന പാവം തെരുവുനായെ ഈ തോക്കുകൊണ്ട് വെടിവെച്ച് അത്യാവശ്യം മുറിവേൽപ്പിച്ച് വിടും. അങ്ങനെ മുറിവേറ്റോടുന്ന നായ തൊട്ടടുത്ത് കാണുന്ന ബാക്കി നാട്ടുകാരെയെല്ലാം കടിക്കും. കൊള്ളാം ഐഡിയ. സ്വയം രക്ഷപ്പെടുകയും നാട്ടുകാരെ മുഴുവനും കടിപ്പിക്കുകയും ചെയ്യുക എന്ന പോംവഴി. ശരിക്കും ഈ തോക്കുകൊണ്ട് വെടിവെച്ചാൽ നായ കൊല്ലപ്പെടാനേ സാധ്യതയില്ലേ? കൊല്ലാൻ സാധ്യത കുറവാണ്. കൊച്ചുപട്ടിയൊക്കെയാണ് ചിലപ്പോൾ പരിക്കേറ്റാൽ ഓടിപ്പോക്കോളും. നായ്ക്കൾ പരിക്കേറ്റ് കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെട്ടോളും. പിന്നെ ആക്രമിക്കാൻ പറ്റില്ല. ഇത് 4000 ആണ്. 10000 രൂപ വരെയുള്ള തോക്കുകളുണ്ട്. അത് ആവശ്യമനുസരിച്ച് നമുക്ക് ഈ ഫണ്ടിനൊക്കെ ഒരു ചെറിയ പരിമിതി ഉണ്ടേ. അതെ, ഫണ്ടിന് പരിമിതി ഉള്ളതുകൊണ്ട് ഒരു ശല്യവും ചെയ്യാത്ത നായ്ക്കളെ പോലും പരിക്കേൽപ്പിച്ച് അങ്ങ് വിടാം. ബാക്കിയുള്ളവരെ മുഴുവൻ കടിച്ചോളുമല്ലോ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ തോക്ക് കിട്ടിയ സ്ഥിതിക്ക് പരിശീലനം തുടരാം. ഇപ്പോഴെന്ത് കാണുന്നു? തോക്ക്. അതല്ല ചോദിച്ചത്. തോക്കിലൂടെ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. നായയുടെ നേരെ അത് പ്രയോഗിക്കുന്നത് വലിയ കുറ്റകരമാവും എന്ന് തോന്നുന്നില്ല. തന്നെയുമല്ല, അങ്ങനെ ഒരു കുറ്റം ഉണ്ടാകുന്നെങ്കിൽ അത് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. സാധാരണക്കാർക്ക് 10%, ഇതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് കേസെങ്കിലും ഉള്ളവർക്ക് 25% സബ്സിഡി കൊടുക്കുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് വിശ്വസിക്കൂ. തോക്കെടുക്കൂ, നേരെ പിടിക്കേ. ഇങ്ങനെ. ഇപ്പോഴെന്ത് കാണുന്നു? മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വലിക്കട്ടെ. ആകാശത്തേക്ക് വിടുവെച്ചാൽ ഇതല്ല പോലീസ് വിടി പോറ്റാണോ? തത്തയെ കാണുന്നില്ലേ? ഇല്ല. തത്തയുടെ കണ്ണ് കാണുന്നില്ലേ? ഇല്ല. ഓഹോ, ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യ കളിക്കുകയാണല്ലേ. ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുൻ ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനറാണ് മിസ്റ്റർ ദ്രോണാചാര്യം. ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിൽ ഇതിനോടകം തന്നെ ഏകദേശം 300ഓളം പേരിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 300ഓളം പേരിൽ നിന്നും തോക്കിനുള്ള എൻക്വയറി ഓർഡറും ലഭിച്ചിട്ടുണ്ട്. ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക്, അടുത്ത കണ്ട് ഞാനും പൊട്ടിക്കാം. അത് വേണോ? ആശാൻ ഒന്ന് കാണിച്ചു കൊടുക്ക്, എന്നാലേ അവന് പഠിക്കാൻ പറ്റൂ. എന്തിനാ പേടിക്കുന്നത്? ആശാന് പഠിച്ചാൽ ഏത്തമില്ലല്ലോ. എനിക്ക് പിഴയ്ക്കുമെന്ന് നിന്നോടാര് പറഞ്ഞു? അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ, ഊരിലെ പഞ്ഞം. ഈ നാശം പിടിച്ച ഒരു കാറ്റ്. കാറ്റത്താരും വെടിവെക്കത്തില്ലേ? തോക്ക് കച്ചവടം പൊടിപൊടിക്കട്ടെ. ഒരിടവേള കൂടി. അത് കഴിഞ്ഞ് പാർട്ടിയുടെ ഭാവി. നമ്മൾ UDF 5 പേര്. അതിൽ 3 പ്രായം ചെന്നവരും 2 വോട്ടവകാശമില്ലാത്ത കുട്ടികൾ.